വയനാട്ടിലെ കോൺഗ്രസിനെ ഭവന നിർമ്മാണം ആയുധമാക്കുന്നു LDF. മേപ്പാടി കുന്നംപറ്റിയിലെ കോൺഗ്രസ് ഭൂമിയിൽ കുടിൽ കെട്ടി സമരം ആരംഭിക്കാൻ ഡിവൈഎഫ്ഐ. സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം തുടങ്ങിയിരിക്കുകയാണ്. ദീപക് മോഹനുണ്ട്. ദീപക്, ഇപ്പോൾ കോൺഗ്രസിന്റെ വീടുകൾ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ കുടിൽ കെട്ടി നടത്തുന്ന ഒരു സമരം എന്ന രീതിയിലൊരു കൗതുകം ഈ സമരത്തിനുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ഏറ്റെടുത്ത ഭൂമിക്കടുത്താണോ ഈ കുടിൽ കെട്ടി സമരം നടക്കുന്നത്? സ്മൃതി, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കോൺഗ്രസിന്റെ ഭവന നിർമ്മാണ പദ്ധതി ആരംഭിക്കുന്ന മേപ്പാടി പഞ്ചായത്തിലെ കുന്നംപറ്റയിലാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ കുടിൽ കെട്ടി സമരം ആരംഭിച്ചിട്ടുള്ളത്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വസീഫ്, ഡിവൈഎഫ്ഐയുടെ വയനാട് ജില്ലയിലുള്ള മറ്റ് പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ഫ്രാൻസിസ് കൂടുതൽ കാര്യങ്ങൾ വിശദമാക്കും. എങ്ങനെയാ ഇപ്പോൾ നിങ്ങളിപ്പോൾ കുടിൽ കെട്ടി ഇവിടെ ഇപ്പോൾ കുടിൽകെട്ടി സമരം സംസ്ഥാന വ്യാപകമായി സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പം വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തുടർന്നും കുടിൽകെട്ടി സമരം ഉണ്ടാവും. ഇവിടെ പ്രതീകാത്മകമായി ഒരു കുടിൽകെട്ടി സമരമാണ്. നമ്മൾ കുന്നംപറ്റ ടൗണിൽ ഇതിന് ശേഷം കുടിൽകെട്ടുന്നുണ്ട്. ബാക്കി എല്ലാ മേഖലാ കേന്ദ്രങ്ങളിലും കുടിൽകെട്ടി സമരത്തിലേക്ക് പോവാണ്. ഇതെന്താ വിഷയിച്ചാൽ പച്ചയ്ക്ക് കേരളത്തെ പറ്റിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ പ്രശ്നം. നമ്മൾ മനസ്സിലാക്കേണ്ട ഈ സ്ഥലം എന്ന് പറയുന്നത് മൊത്തം കോൺഗ്രസ് നിലവിൽ രജിസ്റ്റർ ചെയ്ത ആകെ സ്ഥലം എന്ന് പറയുന്നത് 3 ഏക്കർ 13 സെന്റാണ്. 100 വീട് പണി കൊടുക്കാന്ന് പറഞ്ഞേ. 3 ഏക്കർ 13 സെന്റ്. 2 ഏക്കർ കൂടി വാങ്ങി 5 ഏക്കർ 20 സെന്റ് വാങ്ങിയിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്തിട്ടില്ല. രജിസ്റ്റർ ചെയ്തതിന്റെ ആധാരം എന്റെ കയ്യിലുണ്ട്. ദുരന്തബാധിതരെ പറ്റിച്ചു എന്ന ആരോപണം ഉയർത്തിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ വീട് എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ സമരം നടക്കുന്നത്.